ഈ വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ മലയാള സിനിമാ മേഖലയിലെ ചില താരങ്ങൾക്ക് പുതിയ തുടക്കമായിരുന്നു. 2024 മിക്കവരും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച വർഷമാണ്. മലയാളികളെ അത്ഭുതപ്പെടുത്തിയും സർപ്രൈസ് നൽകിയുമാണ് മിക്ക താരവിവാഹങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞത്. എന്നാൽ ഈ വർഷം അവസാനം വീണ്ടും ഒരു താരവിവാഹം കൂടിയുണ്ട്. ഈ വർഷം നടന്ന താരവിവാഹങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം. ഡിസംബർ തുടക്കത്തിലായിരുന്നു ഗായികയും നടിയുമായ അഞ്ജു ജോസഫിന്റെ വിവാഹം കഴിഞ്ഞത്. വളരെ ലളിതമായ നടന്ന താരവിവാഹത്തിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുടനീളം വൈറലായിരുന്നു. ആദിത്യനാണ് വരൻ. രജിസ്റ്റർ വിവാഹമായിരുന്നു. അതിനുശേഷം സിനിമാ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രത്യേക റിസപ്ഷനും ഒരുക്കിയിരുന്നു. മലയാളികളെ ഞെട്ടിപ്പിച്ച വിവാഹമായിരുന്നു നടനും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം. താരപുത്രിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഗുരുവായൂരിൽ വെച്ച് ജനുവരി 17-നായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും വിവാഹം. മലയാളികളെ ഞെട്ടിച്ച വിവാഹമായിരുന്നു നടി സ്വാസിക വിജയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹം. ജനുവരി 26-നാണ് ഇരുവരും ഒന്നിച്ചത്. ഹൽദി, മെഹന്തി, റിസപ്ഷൻ, വിവാഹം എന്നിങ്ങനെ ഓരോ ചടങ്ങിനും സ്വാസികയും പ്രേമും ശ്രദ്ധ നേടിയിരുന്നു. ഇരുവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പ്രേക്ഷകരെ സർപ്രൈസ് ആക്കിയ വിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും. ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഏറെ കാത്തിരുന്നു. വിവാഹത്തിന്റെ ഓരോ ചടങ്ങുകളും ശ്രദ്ധ നേടി. GPയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു വിവാഹ പ്രഖ്യാപനം ഉണ്ടായത്. മറ്റൊരു താരവിവാഹമായിരുന്നു നടൻ ജയറാമിന്റെയും നടി പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം. പാലക്കാട് സ്വദേശിയും UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ നവനീത് ഗിരീഷാണ് മാളവികയുടെ ഭർത്താവ്. വേറിട്ട ചടങ്ങുകളും ആകർഷണീയമായ സൗന്ദര്യം കൊണ്ടും ശ്രദ്ധ നേടിയ വിവാഹം മെയ് 3-നായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു താരവിവാഹമായിരുന്നു നടി മീരാനന്ദന്റെയും ശ്രീജുവിന്റെയും. ഗുരുവായൂരിൽ വെച്ച് ലളിതമായ ചടങ്ങിലൂടെ താലി കെട്ടിയതാണെങ്കിലും പിന്നീട് ഗംഭീരമായ റിസപ്ഷൻ നടന്നിരുന്നു. ജൂൺ 29-നായിരുന്നു വിവാഹം. 2024 തന്നെയാണ് സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം വിവാഹിതനായത്. നടി പാർവതിയുടെ സഹോദരപുത്രിയായ ഉത്തരയാണ് വധു. നീണ്ടകാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം. തൃപ്പൂണിത്തറയിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും ചില സുഹൃത്തുക്കളും പങ്കെടുത്ത വിവാഹത്തിൽ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു. നടി ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ വിവാഹം കഴിഞ്ഞതും ഈ വർഷം തന്നെയാണ്. സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് വരൻ. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. ഇരുവരുടെയും പ്രണയ വിവാഹമാണ്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. സെപ്റ്റംബർ 8-നായിരുന്നു വിവാഹം. ആരാധകരെ സർപ്രൈസ് ചെയ്യിച്ച മറ്റൊരു പ്രണയ വിവാഹമാണ് അപർണദാസിന്റെയും ദീപക് പറമ്പോലിന്റെയും. ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട്. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്. ഏറെ നാളത്തെ ലിവിംഗ് ടുഗദറിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത്. സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച വിവാഹമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണകുമാറിന്റെ വിവാഹം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തിരുനെൽവേലി സ്വദേശിയുമായ അശ്വിൻ ഗണേഷ് ആണ് വരൻ. തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ നടന്ന വിവാഹത്തിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത്. ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന വിവാഹമായിരുന്നു ജയറാമിന്റെ മകൻ നടനുമായ കാളിദാസ് ജയറാമിന്റെയും താരുണിയുടെയും വിവാഹം. 3 വർഷത്തെ പ്രണയത്തിന് ശേഷം ഡിസംബർ 8-ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത്. അതിനുശേഷം ചെന്നൈയിൽ വെച്ച് ഗംഭീര റിസപ്ഷനും ജയറാം മകനു വേണ്ടി ഒരുക്കിയിരുന്നു. നീണ്ട 15 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത്. ഡിസംബർ 12-ന് ഗോവയിൽ വെച്ച് നടന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൽ കുടുംബവും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. കീർത്തിയുടെ ബാല്യകാല സുഹൃത്തായിരുന്നു ആന്റണി. ഹൈസ്കൂൾ കാലം മുതലുള്ള പ്രണയമാണ് പൂവണിഞ്ഞത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നടനായ രാജേഷ് മാധവനും ദീപ്തി കാരാട്ടും വിവാഹിതരായതും ഡിസംബർ 12-നാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് ദീപ്തി. ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം.